ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഓണം നല്ല തകൃതിയായിട്ട് തന്നെ ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. കുറച്ച് തിരക്കിലൊക്കെ പെട്ടുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ലേശം വൈകി പോയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ എൻ്റെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തത് പോരാടം ദിവസമായിരുന്നേ. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങി ഒരു തട്ടിക്കൂട്ട് പൂക്കളം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യാനും കൂടിയാണ് പ്ലാൻ. ഡെക്കറേറ്റ് ചെയ്യാൻ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. ഏട്ടനും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റി. അധികം ടൈം കളയാതെ ഞാനും പെട്ടെന്ന് തന്നെ ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഞാൻ സാരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. വളയും മാലയും കമ്മലൊക്കെ ഞാൻ ഏതോ കാലത്ത് വാങ്ങിയതായിരുന്നു. പക്ഷേ ഈ ഒരു കോസ്റ്റ്യൂമിന് ഇതെല്ലാം അത് നല്ല മാച്ചായിരുന്നു. എൻ്റെ ഏട്ടൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടെ നിന്നാണ് ഈ ഡ്രസ്സ് എടുത്തത് എന്നുള്ളത്. ഞങ്ങൾ മൈ ഡെസിഗ്നേഷൻ എന്നാണ് എടുത്തത്. അവരുടെ പേജിൽ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. തലയിൽ വെക്കാൻ ഞാൻ കുറച്ച് മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയിട്ട് ഒരു സെറ്റ് ഫോട്ടോ കൂടെ ഞാൻ എടുത്തു. പക്ഷേ എനിക്കെന്തോ ഈ ഒരു ഹെയർ സ്റ്റൈൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടി മുടിക്ക് നീളം വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഷോർട്ട് ആക്കിയിട്ടാണല്ലോ വെട്ടിയിട്ടുണ്ടായിരുന്നത്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഇൻസ്റ്റാക്സിലും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉത്രാട ദിവസം വർക്കുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. തിരുവോണത്തിൻ്റെ അന്ന് ഞാനും ഏട്ടനും രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് പുറത്തേക്ക് പോകാൻ. ഈ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ വർഷം ഓണത്തിന് ഇട്ടതാണ് കേട്ടോ. ഈ താമരയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഏതൊരു പേജിൽ നിന്ന് ഓൺലൈനിൽ വാങ്ങിയതാണ്. ഞങ്ങൾ രണ്ടാളും ഒരുങ്ങി കെട്ടി പോണത് സദ്യ കഴിക്കാനാണ്. ലിഫ്റ്റൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു CCTV ക്യാമറയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ HSR ലേഔട്ടിലുള്ള കുമരകം റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് ആദ്യം ഒന്ന് കണ്ണ് തള്ളിപ്പോയി. അസാധ്യ തിരക്കായിരുന്നു. 45 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് അവർ ആദ്യം ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണത്തിന് ഓണസദ്യയാണല്ലോ മെയിൻ. പിന്നെ ഇവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് അറിയുന്നതുകൊണ്ട് കുറച്ച് നേരമാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ 1 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിക്കാനുള്ളിൽ കയറിയപ്പോഴത്തേക്കും. ഇളം ചൂടുള്ള കരിങ്ങാലി വെള്ളം അവരൊരു കുപ്പിയിലാക്കിയിട്ട് തരും. അതിന് ലേശം ഞാനെടുത്ത് കുടിച്ചു. നല്ല സുഖമുണ്ടായിരുന്നു. സദ്യയിൽ പഴം, പപ്പടം, ഉണ്ണിയപ്പം, കൊണ്ടാട്ടമുളക്, ബീട്രൂട്ട് അച്ചാർ, മാങ്ങ അച്ചാർ, ഓലൻ, പുളിയിഞ്ചി, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ കറി, കൂട്ടുകറി, ഉപ്പേരി, അവിയൽ, 2 തരം പായസം, സെപ്പറേറ്റ് കറികളും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ചോറും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് വന്നത് എന്തുകൊണ്ടും നന്നായി. ഈ ഒരു സദ്യ കഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരുടെയും വയർ നിറഞ്ഞ് പൊട്ടാറായിട്ടുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്തത് കുറച്ച് അപ്പുറത്തായിരുന്നു. അങ്ങോട്ട് എത്താൻ തന്നെ ഞങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടു. സദ്യ കഴിച്ച ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മെഗാ സിറ്റി മോളിലേക്ക് അല്ലറ ചില്ലറ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാസ്കിൻ റോബിൻസ് കണ്ടപ്പോൾ ഏട്ടൻ ഐസ്ക്രീം കഴിക്കാനായിട്ട് നല്ല പൂതി ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് പായസമൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഐസ്ക്രീം കഴിക്കാനായിട്ട് അത്ര തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഐസ്ക്രീമും കഴിച്ച് ചെറിയ ഷോപ്പിങ്ങും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. നെക്സ്റ്റ് ഡേ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് എണീറ്റത്. അവിട്ടം ദിവസമാണ് ബാംഗ്ലൂരിലെ ഞങ്ങളുടെ മെയിൻ ഓണാഘോഷം. ബാക്കി എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട് ഗോവിന്ദ് വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ പക്ഷേ തലേ ദിവസം തന്നെ എൻ്റെ അടുത്ത് വരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ഉച്ചവരെ ക്ലിനിക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോകണം. എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. സാറ്റർഡേ ഓഫീസില്ലാത്തതുകൊണ്ട് ഏട്ടൻ ഇന്ന് ഫ്രീ ആണ്. ഉച്ച വരെയുള്ള വർക്കൊക്കെ ചെയ്ത ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഓൾ സെറ്റ്. ഈ വർഷത്തെ ഓണക്കോടിയാണ് കേട്ടോ അത്. ഏട്ടൻ വാങ്ങി തന്നതാണേ. ഇപ്രാവശ്യം ഓണത്തിന് നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ബാംഗ്ലൂർ ഞങ്ങളുടെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വൈറ്റ് ഫീൽഡ് ശ്രീരാഗിൻ്റെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും പൂക്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ട്രഡീഷണൽ ഔട്ട്ഫിറ്റിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒരു ഫോട്ടോ ആദ്യം എടുക്കാനാണ് പോണത്. കുത്തിത്തിരികെ ഇരുന്നിട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഉള്ളൊരു ഫോട്ടോ കഷ്ടപ്പെട്ടിട്ടെങ്കിലും ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നല്ല ഇടിവെട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടെറസിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ബോയ്സിൻ്റെ ഫോട്ടോ ആണ് എടുത്തത്. പിന്നെ ഞാൻ എൻ്റെ വക കുറച്ച് സെൽഫി ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നേ. ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇവിടുന്ന് എല്ലാവരും തിരിച്ച് റൂമിലേക്ക് പോകാനായിട്ട് ലാസ്റ്റ് മഴ വരെ പെയ്യേണ്ടി വന്നു.
റൂമിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം 5 മണിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ സദ്യ ഒന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. 5 മണി സമയത്ത് സദ്യ കഴിച്ചിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളിതേ ഒരു വെറൈറ്റിക്ക് ഈ 5 മണി നേരത്തെ സദ്യ കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും ഉള്ള സദ്യ ഞങ്ങൾ മുൻകൂട്ടി ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും ഉള്ള സദ്യയിൽ ഓരോ വിഭവങ്ങളും സെപ്പറേറ്റ് ഡപ്പയിലായത് കാരണം വിളമ്പെടുക്കാനായിട്ട് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഇപ്രാവശ്യത്തെ രണ്ടാമത്തെ സദ്യയാണ് കേട്ടോ അത്. എനിക്കല്ലെങ്കിലും സദ്യ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. പാലടപ്പായസം ഒഴിച്ച് ബാക്കി എല്ലാം അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വടിച്ച് തുടച്ച് നല്ല വൃത്തിക്ക് തന്നെ കഴിച്ചിട്ട് അതിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഏട്ടനൊക്കെ സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് മത്ത് പിടിച്ച് മന്ദല മയങ്ങിയിരിക്കുന്നു ഓരോരുത്തരും ഓരോ മുക്കിൽ. ഞാൻ പിന്നെ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിലത്തെ ആ ഒരു തറ വേഷത്തേക്ക് ആയപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമായിട്ടുണ്ടായിരുന്നു. ഒന്ന് പവറേഷായപ്പോൾ എല്ലാവരും പാട്ടും കൊട്ടും കച്ചേരിയായിരുന്നു കേട്ടോ കുറച്ചു നേരം. അനുരാഗം നീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും പിന്നെ ഞങ്ങൾ ഓരോ ഗെയിംസ് ആയിട്ട് കളിക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒച്ചപ്പാടും ബഹളത്തിൻ്റെ ഇടയിൽ കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന സിനിമയുടെ പേര് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അടുത്തത് സുന്ദരിക്കൊരു പൊട്ടുകുത്താണ്. ഇതിന് വേണ്ടിയിട്ട് നന്ദനയുടെ ഒരു AI ജനറേറ്റഡ് ഫോട്ടോ ഞങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഓണാഘോഷമൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഓണത്തിന് നാട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരെയും കണ്ട് ഇവരുടെ കൂടെ കൂടിയപ്പോൾ കുറച്ചൊക്കെ അത് മാറിക്കിട്ടി. എല്ലാവരും പൊട്ടുകുത്തി വന്നപ്പോഴത്തേക്കും ഇതായിരുന്നു കേട്ടോ കോലം. ഗെയിംസും സൊറപറച്ചിലും ഒക്കെ കൂടെ ആയിട്ട് സമയം പോയ വഴി എന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് പിന്നെ മ്യൂസിക്കൽ ചെയറും കൂടെ ആയാലോ എന്നായിരുന്നു ചിന്ത. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഇത് ആരുടെ ഗിറ്റാറായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് കിട്ടിയ ശേഷം എല്ലാവരും അതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞാനായിട്ട് കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടി. ഗിറ്റാർ വായിക്കാനൊന്നും എനിക്കറിയില്ല. അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ദിനേശ് ആ സമയത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഡാൻസ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ തുള്ളലായിരുന്നു. ഈ സ്റ്റെപ്പ് കണ്ടിട്ടെങ്കിലും കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മോണിക്ക സോങ്ങിനാണ് കേട്ടോ ഡാൻസ് ചെയ്യണത്. അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ കളർഫുൾ ആൻഡ് ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് കാണുന്നത് വരെയും ബായ്.